മലയാളത്തിന്റെ പ്രിയതാരം സലീം കുമാറിന്റെ വിയോഗത്തിൽ നാട് വിങ്ങിപ്പൊട്ടുമ്പോൾ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ വ്യൂസിനും റേറ്റിംഗിനും വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവണതകൾക്കെതിരെ കനത്ത പ്രതിഷേധമുയരുകയാണ്. അച്ഛന്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ അനുവദിക്കാതെ ക്യാമറ കണ്ണുകൾ തിങ്ങി നിറഞ്ഞപ്പോൾ മകൻ ചന്തുവിന് പൊട്ടിത്തെറിക്കേണ്ടി വന്ന സാഹചര്യം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ക്യാമറ കണ്ണുകൾ തിങ്ങി നിറഞ്ഞപ്പോൾ മകൻ ചന്തുവിന് പൊട്ടിത്തെറിക്കേണ്ടി വന്ന സാഹചര്യം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സിവിക് സെൻസ് തീരെയില്ലാത്ത കൂട്ടങ്ങളായി മലയാളികൾ മാറിയോ എന്ന് ചോദിച്ചു പോകും. ഒരു മനുഷ്യന്റെ അവസാന യാത്ര പോലും കണ്ടന്റാക്കി വിൽക്കാനുള്ള ശ്രമം, കണ്ണീരും ദുഃഖവും നിസ്സഹായതയും ക്യാമറയിൽ പകർത്തി വ്യൂസ് നേടാൻ അനേകം പേരാണ് ഫോണും ക്യാമറകളുമായി ഇടിച്ചു കയറിയത്. സംസ്കാര ചടങ്ങുകൾക്കിടെ യൂട്യൂബ് ചാനലുകാരും ജനങ്ങളും തിക്കി തിരക്കിയതോടെ ചന്തു രോഷത്തോടെ പ്രതികരിക്കുകയായിരുന്നു. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. മരണം പോലും കണ്ടന്റാക്കി വിൽക്കുന്ന സംസ്കാരത്തിന് അവസാനം ഉണ്ടാകണമെന്നാണ് പലരുടെയും പ്രതികരണം. വാർത്തകൾക്കും വ്യൂസിനും വേണ്ടി മാത്രം മരണവീടുകളിൽ ഓൺലൈൻ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഉന്തും തള്ളും അതിരുകടക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. സലീം കുമാറിന് ഔദ്യോഗിക ബഹുമതികളോടെ ഗാർഡ് ഓഫ് ഓണർ നൽകാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ക്യാമറകളുമായി തള്ളിക്കയറിയ മാധ്യമപ്രവർത്തകർ കാരണം തങ്ങളുടെ കൃത്യനിർവഹണം നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. ഏറ്റവും ദാരുണമായ സംഭവം ഉണ്ടായത് അച്ഛന്റെ ഭൗതിക ശരീരത്തിനടുത്ത് കുടുംബാംഗങ്ങൾ അന്ത്യചുംബനം നൽകാൻ ഒരുങ്ങിയപ്പോഴാണ്. മകൻ ചന്തുവിന് അച്ഛനരികിൽ നിൽക്കാൻ പോലും കഴിയാത്ത വിധം ഓൺലൈൻ മാധ്യമങ്ങൾ ക്യാമറകളുമായി തിങ്ങിക്കൂടി. ഒരു മകന്റെ ദുഃഖം പോലും മാനിക്കാതെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയപ്പോൾ മാന്യമായ അകലം പാലിക്കാൻ ചന്തു പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും ആരും അത് കേട്ടതായി ഭാവിച്ചില്ല. ഒടുവിൽ ഉള്ളു കലങ്ങിയ അവസ്ഥയിൽ നിറകണ്ണുകളോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ചന്തു നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, മാറി നിൽക്കട എന്ന് രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു. ഒരു മരണവീട്ടിൽ പാലിക്കേണ്ട കുറഞ്ഞ പക്ഷം മര്യാദ പോലും കാണിക്കാത്ത മാധ്യമങ്ങളോടുള്ള ഒരു മകന്റെ ആത്മാർത്ഥമായ രോഷമായിരുന്നു അത്. 1997 നടൻ സുകുമാരൻ അന്തരിച്ചപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കണ്ട് ആർപ്പ് വിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു. അതൊരു മരണവീടാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ ജനക്കൂട്ടം പെരുമാറിയപ്പോൾ അന്ന് കുട്ടിയായിരുന്ന പൃഥ്വിരാജ് ഒപ്പമുണ്ടായിരുന്നവരോട് ചോദിച്ചു, എന്താ ഇവർ ഇങ്ങനെയെന്ന്. ആ സംഭവം നടന്ന് 30 വർഷത്തോളമാകാൻ പോകുമ്പോഴും മലയാളിയുടെ മരണവീട്ടിലെ മര്യാദകേടുകൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിനിടയിലെ കാഴ്ചകൾ വ്യക്തമാക്കുന്നുണ്ട്. പണ്ട് ജനക്കൂട്ടമായിരുന്നെങ്കിൽ ഇന്നത് കയ്യിലൊരു മൊബൈൽ ഫോണും മൈക്കുമായി ആരുടെയും സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളാണെന്ന് മാത്രം. ആരൊക്കെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തി, ഏതൊക്കെ സെലിബ്രിറ്റികൾ എത്തിയില്ല, ആരൊക്കെ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു എന്നതടക്കമുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടുകൊണ്ടാണ് യൂട്യൂബ് ചാനലുകളിലെത്തുന്ന വീഡിയോകളും. ആശുപത്രിയിൽ നിന്നും സലീം കുമാറിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നത് മുതലുള്ള കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വരെ ക്യാമറകളുമായി കാത്തുനിന്നവരുണ്ട്. സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഫോണിൽ പകർത്താൻ മാത്രമല്ല പ്രമുഖർക്കൊപ്പം സെൽഫി എടുക്കാനും ചിലർ എത്തിയിരുന്നു. നടൻ ദിലീപിനൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ആരാധകരും സലീം കുമാറിന്റെ മരണ വീഡിയോയിലെ കണ്ടന്റാണ്. ഇതിനിടെ പ്രിയ സുഹൃത്തിനെ അവസാനമായി കാണാനെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനെ ഷാൾ അണിയിക്കാൻ പോയ പാർട്ടി പ്രവർത്തകനും മറ്റൊരു കണ്ടന്റായി. മുഖ്യമന്ത്രി കടന്നു വരുന്നതിനിടെ പ്രവർത്തകൻ ഷാൾ അണിയിക്കാൻ വന്നെങ്കിലും വി ഡി സതീശൻ അത് തട്ടിക്കളയുന്നതും വീഡിയോയിൽ കാണാം. കൂട്ടമായി തള്ളിക്കയറി വന്നവരോട് ദേഷ്യത്തോടെ മാറി നിൽക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സലീം കുമാറിനെ കാണാനെത്തിയ വി ഡി സതീശൻ ചെയ്തത് കണ്ടോ എന്ന ക്യാപ്ഷനോടെ ഈ കണ്ടന്റ് ഓൺലൈനിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്.